ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സലിയുള്ള ദൈവമേ, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു, 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 സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സ്തോത്രത്തിന് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ, സ്തുതിക്ക് യോഗ്യനേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാനോട് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ധൈര്യം ഞങ്ങളുടെ മേൽ പകരണമേ, ശക്തി പകരണമേ, ബലം പകരണമേ. ഇന്ന് രാത്രിയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്റർ നേതൃത്വത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കണമേ, ദൈവശക്തി ആവരിക്കണമേ. നല്ലവണ്ണം പാടുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. നല്ലവണ്ണം പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ കൊടുക്കണമേ. എല്ലാവരെയും ബലപ്പെടുത്തണമേ. നല്ല വചനം കേൾക്കുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ ചാപ്റ്ററുകളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവനാമം മഹത്വമാക്കി തീർക്കണമേ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവസേനയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചതിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. അവന്റെ അടിപ്പിണരുകളാൽ ദൈവം നമുക്ക് സൗഖ്യം തന്നു, നമുക്ക് വിടുതൽ നൽകി, നമുക്ക് ശക്തി നൽകി, നമുക്ക് ബലം നൽകി. ഇന്ന് രാത്രിയിലും ദൈവത്തെ ആരാധിപ്പാനായി ദൈവം നമ്മെ കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ നീക്കുമുള്ളതെന്ന് ഒരുമിച്ച് പറവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ദൈവം കൂട്ടിവരുത്തുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസേനയിൽ വണക്കാം. ഇന്ന് രാത്രിയിലും ദൈവസേനയിൽ നമുക്കായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ഗാനങ്ങൾ പാടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നല്ലവണ്ണം പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. നല്ല വചനം കേൾക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണതിനായി എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൈപ്പട്ടൂർ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സുരേന്ദ്രനെ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല രാത്രിയുടെ വേളയിൽ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ, ഞങ്ങളുടെ സങ്കടയാചനകൾ ഞങ്ങളുടെ അപ്പനോട് അറിയിപ്പാൻ ഒരു അവസരം കൂടെ ഭൂമിയിൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹത്തോടെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമാക്കണമേ. ചർച്ചിന്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിപ്പാനും ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ദാസനെ പിന്നെയും ശക്തിയോട് ഉപയോഗിക്കണമേ. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തോടൊന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ ധ്വനിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇതിന് ഹല്ലേലൂയ മുൻപതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം പ്രിയപ്പെട്ടവരുടെ എല്ലാവരോടും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. തുടർന്ന് പാട്ടുകൾ പാടുവാൻ ഞങ്ങളുടെ മക്കളെ കർത്താവ് ബലപ്പെടുത്തി സഹായിക്കണമേ. ദൈവവചന ധ്യാനങ്ങൾ, പ്രാർത്ഥന, ലീഡിങ് എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുമ്പോൾ ദൈവോ നീ കേട്ട് ഉത്തരം തരണമേ, നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച പ്രിയ ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്ന് നമ്മളെ ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാനായിട്ട് പോവുകയാണ്.
എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഖത്തർ ചാപ്റ്റർ സിംഗേഴ്സിനെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു സന്ധ്യാവേള കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ നാളുകളിലായി ഖത്തർ ചാപ്റ്റർ പ്രാർത്ഥനാധ്വനി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയിൽ ജാഗരിപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനാധ്വനിയുടെ കൂടിവരവുകളുണ്ടല്ലോ. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവസന്നിധി വിടുതലെടുപ്പാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. അത്ഭുതാതിശയകരമായ ദൈവം നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു. 2 ശമൂവേൽ 7:18 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് എന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവയെ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ? നമുക്കും ദൈവസന്നിധിയിൽ അതുമാത്രമേ പറയാനുള്ളൂ. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമില്ല, എൻ്റെ ഗൃഹവും ഒന്നുമില്ല എന്ന ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നതായ ഒരു ഗാനമാണ് ആദ്യമായി നമ്മൾ ശാന്തമായി പാടുവാൻ പോകുന്നത്. സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, തലമുറ തലമുറയായി കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. അപ്രകാരം അർത്ഥം വരുന്ന ഒരു ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി ദൈവം സഹായിക്കട്ടെ. സ്നേഹം ഓർക്കുമ്പോൾ നന്ദി ഞാൻ പാടുക. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി ഞാൻ പാടുക. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ? നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ? ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ?
തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും ആയിരിക്കും സ്ഥാനങ്ങൾ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് കർത്താവിനെ വാഴ്ത്തുവാൻ വണങ്ങുവാനായി അനേക കാരണങ്ങളുണ്ട്. ദൂതന്മാർ പോലും ആരാധിക്കുന്നവനായ സത്യദൈവത്തെ ആരാധിക്കുവാനായി ഈ വൈകിവേളയിൽ ഒരു അവസരം കൂടി കർത്താവ് നമ്മൾക്കായി ഒരുക്കിയല്ലോ. പാപക്കടലിൽ ശാപക്കുഴിയിലായിരുന്നു നമ്മുടെ ദൈവം കരകയറ്റി അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം നൽകി നമ്മളെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും എല്ലാം മാറ്റി നമ്മളെ വീണ്ടെടുത്ത സത്യദൈവത്തെ നമുക്ക് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാം. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈ ചോണിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈ ചോണിതലേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈ ചോണിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈ ചോണിതലേ. ദൂതസ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ദൂതസ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു അന്ധനെയും ബന്ധുവാക്കിയതാ. ബന്ധമഴിച്ചു അന്ധനെയും ബന്ധുവാക്കിയതാ. എന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈ ചോണിതാലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈ ചോണിതാലേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപക്കടലിൽ
ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപമകറ്റി ശാപം നീക്കി മാർവിലടച്ചവനെ, പാപമകറ്റി ശാപം നീക്കി മാർവിലടച്ചവനെ. കഷ്ടം നഷ്ടം സർവ്വയേറ്റു നീ പിൻപേ നിന്ദാസ നടന്നിടമേ. കഷ്ടം നഷ്ടം സർവ്വയേറ്റു നിൻ പിൻപേ നിന്ദാസ നടന്നിടമേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വീട്ടിടുകിൽ, ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വീട്ടിടുകിൽ. നിന്നയുധങ്ങൾ കാത്തിടുമെന്നേ പൊന്നു നായകരേ, നിന്നയുധങ്ങൾ കാത്തിടുമെന്നേ പൊന്നു നായകരേ. രക്ഷാ സത്യം നീതി ചാർത്തി നീ ശക്തരാക്കിടും സേനാനായക. രക്ഷാ സത്യം നീതി ചാർത്തി നീ ശക്തരാക്കിടും സേനാനായക. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. വാനമുകളിൽ ദൂതസംഗമായി നാദൻ വരുമളവിൽ, വാനമുകളിൽ ദൂതസംഗമായി നാദൻ വരുമളവിൽ. ലോകം നിറയ്ക്കും ലോകപ്രമിക്കും ഞാനെന്നാർത്തിടുമേ. ലോകം നിറയ്ക്കും ലോകപ്രമിക്കും ഞാനെന്നാർത്തിടുമേ. നോക്കി നോക്കി കൺകൾ വന്നുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. നോക്കി നോക്കി കൺകൾ വന്നുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. വാനമുകളിൽ ദൂതസംഗമായി നാദൻ വരുമളവിൽ, വാനമുകളിൽ ദൂതസംഗമായി നാദൻ വരുമളവിൽ. ലോകം നിറയ്ക്കും ലോകം ഭ്രമിക്കും ഞാനെന്നാർത്തിടുമേ. ലോകം നിറയ്ക്കും ലോകം ഭ്രമിക്കും ഞാനെന്നാർത്തിടുമേ. നോക്കി നോക്കി കൺകൾ വന്നുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. നോക്കി നോക്കി കൺകൾ വന്നുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. ഇമ്മാനുവേ എൻ ജീവകാലേ ഈ ചോണിതാലേ. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, ഭാവിക്കു രക്ഷകനൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, ഭാവിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ.
ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ആമേൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ വിലയാതിരുണ്ടല്ലോ, വിലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ വിലയാതിരുണ്ടല്ലോ, വിലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ വിലയാതിരുണ്ടല്ലോ, വിലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ വിലയാതിരുണ്ടല്ലോ, വിലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. നീ എന്നെ സൗഖ്യമാക്കും യഹോവയാണ്, നീ എന്നെ സൗഖ്യമാക്കും യഹോവയാണ്. നീ എന്നെ സൗഖ്യമാക്കും യഹോവയാണ്, നീ എന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നാടി പിണരാൽ, തന്നാടി പിണരാൽ, തന്നാടി പിണരാൽ എനിക്കു സൗഖ്യം. തന്നാടി പിണരാൽ, തന്നാടി പിണരാൽ, തന്നാടി പിണരാൽ എനിക്കു സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നാടി പിണരാൽ, തന്നാടി പിണരാൽ, തന്നാടി പിണരാൽ എനിക്കു സൗഖ്യം. 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ സൗഖ്യമാക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന നമ്മുടെ ഏകനാഥനായ നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുത്ത് ഇന്ന് രാത്രിയിലും പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവികമായ വിടുതലും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം പകരപ്പെടുവാനിടയാകേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളായ സബാഷിനെയും പ്രിയ അനുവിനെയും പ്രിയ ജുവാനെയും ഗാനങ്ങൾ ആലപിക്കുവാനും അത് ലീഡ് ചെയ്യുവാനും ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ബഹറിൽ നിന്നും, കുവൈറ്റിൽ നിന്നും, കേരളത്തിൽ നിന്നും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഖത്തർ ചാപ്റ്ററിന്റെ പേരിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ബെൻസൺ ദാനിയേലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. തന്റെ സഹധർമ്മിണിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അത്ഭുതമാകുന്ന വിടുതൽ ഈ ദിവസങ്ങൾ പ്രിയദാസിക്ക് ദൈവം കൊടുത്തവിടുന്ന് മാനിക്കേണ്ടതിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഏതൊരു ശുശ്രൂഷയായാലും ഗാന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവവചന ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ജോലികളുടെ ബന്ധപ്പാടുകളും ഒക്കെ മാറ്റി നിർത്തി അല്പസമയം സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ നമ്മുടെ മധ്യേ ഇന്ന് രാത്രിയിലുണ്ട്, പാസ്റ്റർ ബേഡി സക്കറിയ. അദ്ദേഹം അവസാനമായി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനു മുമ്പായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടച്ച് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മുടെ സങ്കടയാതനയ്ക്ക് മറികടക്കാത്ത ദൈവം, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുവാൻ പറ്റിയ ഉത്തരമറിയുന്ന, നമ്മുടെ സങ്കടയാതന കാണുന്ന കേൾക്കുന്ന നല്ല കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി പ്രിയ സിസ്റ്റർ സൂസൻ സാമിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. വിഷയങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരായി അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥനയിൽ സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ കർത്താവിന്റെ മഹാസാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമുക്ക് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളൊക്കെയും പാടുന്നതിന് കർത്താവ് പ്രിയ കൊയറിനെ ബലപ്പെടുത്തിയല്ലോ. വീണ്ടും പ്രാർത്ഥനയ്ക്കായി വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. പ്രാർത്ഥനകൾക്കും തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള കുറവശങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. വാക്കിലെ നോട്ടത്തിലെ ചിന്തകൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ദൈവത്തോടെ ഏറ്റുപറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വിഷയം പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ചുമതല കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇവരൊക്കെ ഏറ്റിരിക്കുന്ന കാര്യങ്ങളൊക്കെയും വളരെയധികം ദൈവാശ്രയത്തോടുകൂടി ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പടർന്ന് പന്തലിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ചും പ്രാർത്ഥനാധ്വനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ദാനിയേൽ പാസ്റ്ററിനെയും കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ പ്രിയദാസനും പ്രിയ ബിന്ദു സിസ്റ്ററും ഒരു അപകടത്തിൽപ്പെട്ട ഇപ്പോൾ റെസ്റ്റിലൊക്കെ ആയിരിക്കുന്നുവല്ലോ. പ്രിയ ബിന്ദു സിസ്റ്ററിന്റെ പൂർണ്ണ വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി വളരെ ശക്തിയോടുകൂടി ദൈവം പ്രിയദാസിയെ എടുത്തുപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ലേഡീസ് ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് ഒക്കെയും വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി പ്രിയദാസി ലീഡ് ചെയ്യുന്നതാണ്. പ്രിയദാസി ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥനയൊക്കെ ഏറ്റെടുത്ത് ലീഡ് ചെയ്യുന്നതിനായിട്ട് ദൈവം ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പൂർണ്ണ ആരോഗ്യത്തോട് ബലത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി അനേകരുടെ ഇടയിൽ ദൈവം വീണ്ടും സാക്ഷിയായി ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. മഹോന്നതനായ ദൈവമേ, മനസ്സലിവുള്ള നല്ല കർത്താവേ, ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവകൃപകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാധ്വനിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് സൂം പ്ലാറ്റ്ഫോമിൽ കൂടുവാൻ
സ്വർഗമിടിയാക്കി തീർത്ത ദൈവത്തിന്റെ എല്ലാ ദൈവിക കരുതലിനായി സ്തോത്രം അർപ്പിക്കുന്നു. വീണ്ടും ദൈവിക സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കുമാറാകണമേ. അറിയിച്ച ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങൾ വിവിധ ശാഖകളിൽ ക്രമീകരിച്ച് സ്തോത്രം വിവിധ ക്രമീകരിക്കുവാനൊക്കെ സ്വർഗമിടിയാക്കി നേതൃത്വം നൽകുന്ന ദേവദാസനായി കുടുംബത്തിനായി സ്തോത്രം അർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ ശാരീരികമായ ബുദ്ധിമുട്ടുകളായി അറിയുന്ന കർത്താവേ, സാധാരണ സുഖമിത്രത്തോളം സൗഖ്യവും ആരോഗ്യം നൽകി മാനിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്നു. വീണ്ടും സൗഖ്യദായകനായ കർത്താവിന്റെ കരം കൂടി ഉണ്ടായിരിക്കുമാറാകണം. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ പഠനകാര്യങ്ങളും ദൈവിക കൃപവാൻ സ്വർഗമിടിയാക്കണം. ഇന്നത്തെ മീറ്റിങ്ങിനെ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ കൃപ ധാരാളമായി പോർന്ന് മാനിച്ചാട്ട് സഹായിക്കണം, ശക്തീകരിക്കണം. പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞങ്ങൾ ഒരു പിള്ളയുടെ സൗണ്ട് ഇതായിരിക്കുകയാണ്, നിന്നെന്ന് വിചാരിക്കുന്നു. അടുത്ത വിഷയം വീണ്ടും പറയാം. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അടുത്തതായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് UK-യിലുള്ള ബ്രദർ ഷീലുവിന്റെ സഹധർമ്മിണി തലവേദനയാൽ ഭാരപ്പെട്ടു. സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ട് എന്നറിയാനിടയായി. ഓപ്പറേഷൻ ചെയ്തിപ്പോൾ വെന്റിലേറ്ററിലായിരിക്കുന്നു. പ്രിയദാസിയുടെ പൂർണ്ണ വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് പ്രിയദാസിയെ തൊടേണ്ടതിനായിട്ട്, പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടുകൂടി ആയിരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ചെന്നിത്തലയിലുള്ള ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ KT വർഗീസിന്റെ ഇളയ മകൻ പന്തളത്ത് വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ TMM ഹോസ്പിറ്റലിലായിരിക്കും. പ്രിയ മകന്റെ പൂർണ്ണ വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ രണ്ട് പ്രിയപ്പെട്ടവരുടെയും പൂർണ്ണ വിടുതലിനായിട്ട് ദൈവസന്നിധിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ നല്ല രാത്രിയിൽ പറയപ്പെട്ട വിഷയങ്ങളെ സ്തോത്രത്തോടെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ശാരീരികക്ലേശത്താൽ ഭാരപ്പെട്ട് ഞങ്ങളുടെ ദാസിക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. ദൈവത്തിന്റെ ആടിപ്പണ്ടുള്ള കരം തൊട്ട് കർത്താവേ, തന്റെ മകളുടെ ഉച്ചമുതലുള്ളങ്കാൽ വരെ ദൈവത്തിന്റെ കരം തൊട്ട് പൂർണ്ണമായി സൗഖ്യം വിടുതലും സമാധാനവും ദൈവം കൊടുക്കണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവദാസിന്റെ ഇളയ മകനുണ്ടായ ആക്സിഡന്റ് കർത്താവെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. അസ്ഥിത്വവും കുമ്പാരങ്ങളുടെ താഴ്വരുന്നുകൊണ്ട് അസ്ഥികൾ തമ്മിൽ യോജിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവെ, ഞങ്ങളുടെ ദാസന്റെ ഒടിഞ്ഞ അസ്ഥികളെല്ലാം യോജിച്ചു വരുവാൻ, മാംസം വെച്ച് പിടിപ്പിക്കുവാൻ, ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കാൻ, ത്വക്ക് വെച്ച് പിടിപ്പിച്ച് കർത്താവെ മകനെ കർത്താവ് ഐശ്വര്യമായി എഴുന്നേൽപ്പിച്ച് ഒരു വലിയ സൈന്യമായി നിർത്തത്തക്കതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അങ്ങയുടെ മകനെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കുമാറാകണമേ. ആ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ, നിലവിളികളെല്ലാം ദൈവം കേട്ട് കർത്താവ് പൂർണ്ണമായി സൗഖ്യം കൊടുത്താട്ടെ. കടന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അടുത്ത വിഷയം, തണ്ണിത്തോട്ടിലുള്ള മിനി സണ്ണി എന്ന സഹോദരി ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരിക്കുന്നു. എന്നാൽ ചുമയാലും ഛർദിലാലും ഒക്കെയും പരിമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പ്രിയ സഹോദരിയുടെ പൂർണ്ണ വിടുതലായിട്ട് ഇനി വരറിയുമ്പോൾ പരിപൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടുകൂടി ആയിരിക്കുന്നു എന്നറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെയും പൂർണ്ണ വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പല അലർജിയാലൊക്കെയും ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് പൂർണ്ണ സൗഖ്യവും വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മീറ്റിംഗിനായി സ്തുതിക്കുന്നു. കർത്താവേ,
മനോഹരമായ ഗീതങ്ങൾ പാടിയ കൊയറിനായി സ്തോത്രം. ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ അഭിഷിക്ത ദാസിക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയപ്പെട്ട വിഷയങ്ങളുമായി ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് അടുത്ത് വരികയാണ് കർത്താവെ. ക്യാൻസർ രോഗത്തിൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അദൃശ്യമായ കരം നീട്ടി ഇപ്പോൾ തന്നെ ഒരു വിടുതൽ അയക്കുമാറാകണമേ. ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം കടന്നു എന്ന് നിന്റെ മകൾക്ക് പൂർണ്ണമായി സൗഖ്യം കൊടുക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തവന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുമാറാകട്ടെ. യിരെമ്യാവ് 33:6 ഞങ്ങൾ അവകാശമായിട്ട് ഏറ്റെടുക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ആരോഗ്യവും സൗഖ്യം നൽകും കർത്താവെ. സൗഖ്യം മാത്രമല്ല ആരോഗ്യം നൽകി നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അലർജിയാൽ ഭാരപ്പെടുന്നവരുണ്ട്, ക്യാൻസർ രോഗത്തിൽ ഭാരപ്പെടുന്ന മറ്റനേകരുമുണ്ട് കർത്താവെ. ഈ ദിനങ്ങളിൽ നിന്റെ കരം നീട്ടണമേ, ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു തകർത്തു കളയാൻ നോക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നും നിന്റെ ജനത്തിന് സംരക്ഷകനായി നീ ഉള്ളതിനായി സ്തുതിക്കുന്നു. അവരുടെ നാടി ഞരമ്പുകൾ ബലപ്പെട്ടിരിക്കട്ടെ, രക്തധാമിനികൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കട്ടെ. എല്ലാ രോഗത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കുമാറാകണമേ. എല്ലാ പ്രയാസത്തിൽ നിന്ന് അവരെ വിടുവിക്കുമാറാകണമേ എന്നങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനം സത്യമായിരിക്കാൻ ആമേ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ വചനത്തിലുള്ള ആ ശക്തിയാൽ തന്നെ സൗഖ്യം വ്യാപരിച്ചിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിച്ച് അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാനങ്ങളും കേട്ട വിഷയങ്ങൾ മേൽ വിടുതൽ കൽപ്പിച്ചിരിക്കാൻ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അടുത്തതായിട്ട് നമുക്കിടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ നൽകുന്ന അവകാശഫലം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ചെറുപ്രായത്തിൽ മുതൽ തന്നെ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ദൈവ കുഞ്ഞുങ്ങളായി വളർന്നു വരേണ്ടതിനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അവർ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി സമൂഹത്തിനും മാതാപിതാക്കൾക്കും ദേശത്തിനും ദൈവസഭയ്ക്കും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ആത്മീയമായി മുൻപന്തിയിലായിരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. രക്ഷിക്കപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന്, അതുപോലെ തന്നെ സ്നാനത്തിനായി സമർപ്പിക്കേണ്ട കുഞ്ഞുങ്ങൾ സ്നാനത്തിനായി സമർപ്പിക്കപ്പെടേണ്ടതിന്, കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. യുവതലമുറകളെയൊക്കെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരൊക്കെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കുഞ്ഞുങ്ങളാരും ഈ ലോകത്തിന്റെ പുറകെ പോകുന്നതിനോ ഈ ലോകത്തിന് അനുരൂപമായി തീരുന്നതിനോ ഇടയാകാതെ അവരൊക്കെയും ദൈവസന്നിധിയിൽ കാണപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ മാതാപിതാക്കളെ വിട്ട് വിദൂരതയിലേക്കെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരൊക്കെ അറിഞ്ഞ് സത്യത്തിൽ തന്നെ നിലനിൽക്കേണ്ടതിനായിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഭക്ഷണത്തിൽ നിറഞ്ഞ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിന്റെ പുറകെ പോകുന്നതിനിടയാകാതെ കുഞ്ഞുങ്ങളെല്ലാം ദൈവവഴിയിൽ തന്നെ ആയിരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കുഞ്ഞുങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ 10ലും 12ലും എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട വിജയം ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇപ്പോൾ 10ലും 12ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നതിനായിട്ട് ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, നല്ല അനുഗ്രഹമേറിയ കർത്താവേ, ഈ രാത്രി വേളയ്ക്കായി സ്തോത്രം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തോട് കടന്നു വരുന്നത് കർത്താവേ. ഖത്തർ ചാപ്റ്ററിന്റെ പ്രയർ മീറ്റിനോട് ബന്ധത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, വിവിധ രാജ്യങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ കർത്താവേ. അപ്പൊ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഓടി അണയുവാൻ അങ്ങയുടെ കർത്താവേ സന്നിധാനം ഞങ്ങൾക്ക് ആശ്രയമാകിയാൽ സ്തോത്രം, അഭയമാകിയാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് എപ്പോഴും ഞങ്ങളെ അറിയുന്ന ദൈവമാണ്, ഞങ്ങളെ കരുതുന്ന ദൈവമാണ്, ഞങ്ങൾ ഇന്ന് വരെ നടത്തിയ ദൈവമാണ്. ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലും, അത് ഏത് രാജ്യമായാലും ഏത് അവസ്ഥയായാലും ഏത് ടൈം സോൺ ആയാലും പ്രിയ പിതാവെ, ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാണുന്ന കരുതുന്ന കർത്താവെ നല്ലൊരു പിതാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. വൃത്തിയാൽ പ്രിയ കർത്താവെ, ഖത്തർ ചാപ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ദൈവദാസൻ, ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും അങ്ങനെ കരങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ കർത്താവെ. നല്ല ഗാനങ്ങളൊക്കെ പാടി കർത്താവെ ആരാധിപ്പാൻ അതിന് നേതൃത്വം നൽകിയ കൊയറിനായി സ്തോത്രം. കർത്താവെ, എന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ ആവശ്യബോധത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കുന്നു കർത്താവെ. അപ്പൊ ആ പ്രത്യാ ലീഡ് ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ, മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രിയ ആന്റിക്കായി സ്തോത്രം. പ്രിയദാസി സമർപ്പിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം.
കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അല്ലേലും അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും അതിന് അനുരൂപപ്പെടാതെ അവരറിഞ്ഞ സത്യം മാതൃകയോടെ ദൈവവചനം അനുസരിച്ചുകൊണ്ട് അവർ ഏത് സ്ഥലത്തായാലും ഏത് രാജ്യത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവെ മാതൃകയുള്ള, കർത്താവിനെ ഭയപ്പെടുന്ന, വചനമനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളാക്കി മാറ്റണമേ. ആയുസ് കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ദൈവകൃപ കൊടുത്ത്, സൗന്ദര്യം കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് മാനിക്കണമേ. കർത്താവെ അല്ലേലൂയ, പല പ്രതിസന്ധികളിലൂടെ കർത്താവ് ഈ ലോകം കടന്നു പോകുന്നത് കർത്താവെ മയക്കുമരുന്നുകളും കർത്താവെ മറ്റു പല കർത്താവെ അല്ലെ ദൈവഹിതമല്ലാത്ത കർത്താവെ അല്ലേലൂയ സ്തോത്രം ഞങ്ങൾ പോലും അറിയാത്ത മ്ലേച്ഛകരമായ അവസ്ഥയിലുള്ള ലോകം പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അതിൽ ഉൾപ്പെടാതെ ആരും അവരെ ചതിക്കല്ലേ, ആരും അവരെ കബളിപ്പിക്കല്ലേ. കർത്താവെ ദൈവം അവരെ ബുദ്ധി ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണം. പരിശുദ്ധ ആത്മാവിന്റെ സംരക്ഷണ വലയത്തിൽ, തീ വലയത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കണമേ. കർത്താവെ അവർ പഠിക്കുന്ന മേഖലകളിൽ, പഠിക്കുന്ന സബ്ജക്റ്റുകൾ കർത്താവെ അവർ ആത്മീയ വിഷയത്തിലും ഭൗതിക വിഷയത്തിലും സമ്പന്നരായി മാറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളുടെ അറിവിൽപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങളുടെ കരുത്തിൽ തരുന്നു കർത്താവെ. അല്ലേലോ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കർത്താവെ. പ്രതിയാൽ 10ലും 12ലും ബോർഡ് എക്സാം എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം കൊടുക്കണേ. ടാബുലേഷന്റെ സമയമാ കർത്താവെ. ആരുടെയും ഒരു തെറ്റുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ അർഹതപ്പെട്ട, അവർ അധ്വാനിച്ച, അവർ പഠിച്ചെഴുതിയ ഒരു കർത്താവെ മാർക്ക് പോലും നഷ്ടപ്പെടാതെ, ആരുടെയും കർത്താവെ തെറ്റുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ അവർ അർഹതപ്പെട്ട മാർക്ക് മതി കർത്താവെ. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ഉന്നതമായ വിജയവും പെർസെന്റേജും കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ. അവരുടെ ഭാവി ശോഭനമാക്കണമേ കർത്താവെ. ദൈവകൃപയിൽ ഭയഭക്തിയുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളെക്കാൾ കർത്താവെ അല്ലെങ്കിൽ മാതാപിതാക്കളെക്കാൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി അടുത്ത് ജീവിപ്പാൻ, മാതൃകയോടെ ജീവിപ്പാൻ, അവരെ കാണുന്നവർ കർത്താവിനെ കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം. തുടർന്ന് സഹായിക്കണം. ശക്തമായി പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണമേ. ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ സാന്നിധ്യ കൃപയുണ്ടാകണം. നല്ല വചനങ്ങളൊക്കെ പ്രിയ ദൈവദാസനോടെ ഞങ്ങൾക്ക് നൽകി തരണമേ. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് വിടുതലായി, ആശ്വാസമായി, സൗഖ്യമായി, സമാധാനമായി പരിണമിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാതനകളും കേട്ട കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ പോകുന്നവർക്ക് വിശ്വാസത്തോടുകൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അടുത്തതായിട്ട് നമ്മുടെ മധ്യ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തായിരിക്കുമ്പോൾ ജോലിയില്ലാതെ ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണല്ലോ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ തക്ക സമയത്ത് അനുഗ്രഹപ്പെട്ട വഴികൾ ഒരുക്കപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ തക്കതായ തുണകൾ തക്ക സമയത്ത് ലഭിക്കേണ്ടതിനായിട്ട്, ദൈവത്താൽ യോജിപ്പിക്കുന്ന തുണകളെ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ ഈ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവരുടെ അധ്വാനത്തിന്റെ ഫലം ആരും തടഞ്ഞു വെക്കുന്നതിനിടയാകാതെ അതൊക്കെയും തക്ക സമയത്ത് അവരുടെ കരങ്ങളിൽ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിസ സംബന്ധമായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, കുടുംബമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അതിനായി ശ്രമിക്കുന്നവരുണ്ടല്ലോ, അവർക്കെല്ലാം തക്ക സമയത്ത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, മക്കളെ ഭോഗം നൽകുന്ന അവകാശ ഫലമാണല്ലോ, അത് തക്ക സമയത്ത് അവരുടെ കരങ്ങളിൽ ലഭിക്കേണ്ടതിനായിട്ട്, തക്ക സമയത്ത് അവർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന ദാസിമാരുണ്ടല്ലോ, അവർക്കൊക്കെ തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ, ഊനമില്ലാത്ത തലമുറകൾ ലഭിക്കേണ്ടതിനായിട്ട് ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന ദാസിമാരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, അതുപോലെ തന്നെ തലമുറകളില്ലാത്ത ഭാരപ്പെടുന്നവര്, ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന ദാസിമാർ, ഇവരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ദൈവമേ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ സങ്കടയാചനകളെ കേട്ട് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വീര്യപ്രവൃത്തികളെ ചെയ്തു തന്ന ദൈവം കർത്താവേ, തുടർന്നും കർത്താവ് ഞങ്ങളോട് മനസ്സലിയണമേ. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ദൈവമേ, ദിവസനെ പ്രാർത്ഥനയ്ക്കായി പറഞ്ഞ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കഥാവേ സ്തോത്രം. പ്രത്യേക ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കഥാവേ, ദൈവമേ ഈ മരുഭൂമിയിൽ കഥാവേ ഉപജീവനാർത്ഥം കടന്നു വന്ന് കഥാവേ, ദൈവമേ കഥാവേ ആരും ലജ്ജിതരായി തീരുവാൻ ദൈവം അനുവദിക്കാതെ കർത്താവേ, ദൈവം അവർക്ക് വേണ്ടുന്നതായ കഥാവേ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി അവിടുന്ന് മാനിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഥാവേ ദൈവമേ സ്തോത്രം. അത്ഭുതങ്ങളെ ദൈവം ചെയ്ത് കഥാവേ വരും ദിവസങ്ങൾ കഥാവർക്ക് വേണ്ടി വഴികളെ തുറന്ന് അവിടുന്ന് മാനിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ നല്ല ദൈവമാണല്ലോ കർത്താവേ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവേ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ കർത്താവ് വഴികളെ തുറന്ന ദൈവമാണല്ലോ കർത്താവേ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും കർത്താവ് അവിടുന്ന് സഹായിക്കേണ്ടതിനായി വഴികളെ തുറക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, പ്രത്യേക വിവാഹപ്രായമായ കർത്താവ് ഞങ്ങളുടെ എല്ലാ സഹോദരീസഹോദരന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, അവിടുന്ന് തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. അവിടുന്ന് കരുതുന്ന ദൈവമാണല്ലോ കർത്താവേ. ദൈവമേ, ഇസ്ഹാക്കിന് റിബേക്കയെ പോലെ കർത്താവേ ദിവസങ്ങളിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തക്ക തുണകളെ കർത്താവ് അവിടുന്ന് ഒരുക്കി മാനിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, ഞങ്ങളുടെ ആരും കർത്താവ് ഒരു കുഞ്ഞുങ്ങളും കർത്താവേ മാനുഷികമായ ഒരു തിരഞ്ഞെടുപ്പിനും കർത്താവെ ദൈവം അനുവദിക്കരുതെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവിൽ നിന്ന് ദൈവമേ കർത്താവെ പ്രാർത്ഥിച്ച് കർത്താവെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് തക്ക തുണകളെ കർത്താവ് അവിടുന്ന് നൽകി അവിടുന്ന് മാനിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ സ്തോത്രം. പ്രത്യേക കർത്താവ് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ ദൈവമേ, സെക്രിയാവിനെ എലിസബത്തിനെ അനുഗ്രഹിച്ച ദൈവം കർത്താവെ, അബ്രാമിനെ സാറയെ ഓർത്ത ദൈവം കർത്താവേ. ദൈവമേ ഈ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളോട് മനസ്സലിയണമേ. കർത്താവേ ദൈവമേ കർത്താവ് മക്കളോ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന് കർത്താവിൻ്റെ വചനത്തെ ഞങ്ങൾ കാണുന്നല്ലോ. ദൈവമേ കർത്താവരോട് മനസ്സലിയണമേ. കർത്താവേ ദൈവമേ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവേ സമാധാന പുരുഷന് സന്തതി ഉണ്ടാകുമെന്ന കർത്താവിൻ്റെ വചനം പോലെ ദിവസങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവേ കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ അങ്ങയോട് യാചിച്ചപ്പോൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഊനമില്ലാത്ത തലമുറകളെ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. കർത്താവേ ഇന്നും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന. കർത്താവേ പ്രത്യേക കർത്താവേ സ്തോത്രം. ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സൗകര്യമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവരോട് മനസ്സലിയണമേ. കർത്താവേ തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഊനമില്ലാത്ത ആരോഗ്യമുള്ള തലമുറകളെ കർത്താവേ അവിടുന്ന് നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവേ ദൈവമേ പരിശുദ്ധാത്മ നിറവുള്ള തലമുറകളെ കർത്താവേ ദൈവം ഞങ്ങളുടെ കർത്താവേ ദൈവമേ പ്രിയപ്പെട്ടവർക്ക് നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവേ ദൈവമേ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ കർത്താവ്. അവിടുന്ന് മനസ്സലിയുന്ന ദൈവമാണല്ലോ കർത്താവേ. പ്രത്യേക ദൈവമേ ഒരിക്കൽ കൂടി ദേശത്തുള്ള കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ജോലി ചെയ്തിട്ടും കർത്താവെ അറിയിക്കുന്നതായ ശമ്പളം ലഭിക്കാതെ കർത്താവേ ദൈവമേ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ കർത്താവെ ഡോക്യുമെന്റേഷനിൽ കർത്താവ് വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ കർത്താവെ ദൈവമേ കർത്താവ് ലൈസൻസിന് വേണ്ടി ആഗ്രഹിച്ച് പ്രയാസത്തോടെ ആയിരിക്കുന്നവർ വിസയുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രയാസത്തോടെ ആയിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ കർത്താവെ അവിടുന്ന് മനസ്സലിയണമേ. കർത്താവേ ദൈവമേ സ്തോത്രം സ്തോത്രം. കർത്താവേ രാജാക്കന്മാരുടെ ഹൃദയങ്ങൾ യഹോവയുടെ കരങ്ങൾ നീർത്തോട് കണക്കെ ഇരിക്കുന്നു എന്നും അവ ഇഷ്ടമുള്ളിടത്തേക്ക് കർത്താവ് തിരിക്കുന്നു എന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ ദൈവവചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ കർത്താവ് ദിവസങ്ങളിൽ അധികാരികളോട് ദൈവം സംസാരിക്കണമേ. കർത്താവേ തടസ്സങ്ങളെയൊക്കെ മാറ്റി കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കർത്താവേ എല്ലാ ദൈവമേ ക്രമീകരണങ്ങൾ ദൈവം അവിടുന്ന് ചെയ്തു കൊടുത്ത് അവിടുന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവേ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും കർത്താവ് മഹത്വം എടുക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. കർത്താവേ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിക്ക് എത്താത്ത മഹത്വഗോചരവുമായുള്ള ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. കർത്താവേ നിന്റെ വഴി സമുദ്രത്തിൽ നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു എന്ന് ഞങ്ങളുടെ വചനത്തിൽ കർത്താവേ ഞങ്ങൾ വചനത്തിൽ കാണുന്നല്ലോ. ദൈവമേ കർത്താവേ സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവേ ചിന്തിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവേ അതിനായി ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവേ ദൈവമേ ആർക്കും കർത്താവേ ഒരു വിധത്തിലും അവിശ്വാസം കടന്നു വരാതെ വിശ്വാസത്താൽ കർത്താവേ ദൈവമേ ജീവിതം നയിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ തുടർന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവത്തിൽ സംസാരിപ്പാൻ കർത്താവേ ഞങ്ങളുടെ അഭിഷിക്തനെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സമസ്ത വിഷയങ്ങളും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട വിഷയങ്ങളിലൊക്കെ വിടുതൽ കൽപ്പിച്ചിരിക്കാൻ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ശുശ്രൂഷ കേൾക്കേണ്ട അവസരമാണല്ലോ.
ഇന്നത്തെ വചന ശുശ്രൂഷയെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പാസ്റ്റർ VD സക്കറിയ ദേവദാസിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വചനം ആത്മാവിന്റെ നിറവിൽ നിറഞ്ഞുകൊണ്ട് വചനം സംസാരിക്കേണ്ടതിനായിട്ട്, പ്രിയദാസനെ ബലപ്പെടുത്തേണ്ടതിനായിട്ട്, മാനുഷ്യ ശബ്ദമല്ല ദൈവശബ്ദം തന്നെ നമ്മെ കേൾപ്പിക്കേണ്ടതിനായിട്ട്, നമ്മൾ ദൈവവചനം ജീവനും ചൈതന്യവുമായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ ഘോഷിക്കേണ്ടതിനായിട്ട്, പ്രിയദാസനെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിയേണ്ടതിന്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദേവദാസനെ അതിശക്തമായിട്ട് ദൈവവചനം ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടതിനായിട്ട് ദേവദാസനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രിയ ജോൺ ശാമുൽ അച്ചാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്ലാഡ്സൺ പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കും. സ്വർഗസ്വനായ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, അല്പസമയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സംസാരിക്കാൻ പോകുന്ന കർത്താവെ, അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ നടുവിൽ മേൽ അങ്ങ് കൂട്ടിക്കൊണ്ട് വന്ന ദൈവകൃപകൾക്കായി ഞങ്ങളേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദാസൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് മാനുഷിക ശബ്ദങ്ങളല്ലപ്പ, ഉയരത്തുനിന്നുള്ള ശബ്ദം കേൾക്കുവാൻ, അത് ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന അനുഭവമാക്കി എൻ്റെ ദൈവോടുന്ന് മാറ്റുന്ന ദൈവകൃപകൾക്കായി ഞങ്ങളേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദാസനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവ് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളോട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളാലും നന്മകളാലും പ്രിയ ദേവദാസനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി എൻ്റെ ദൈവോടുന്ന് മാറ്റുന്ന ദൈവകൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, സകല ബഹുമാനവും സകല പൊഴിച്ചുകയും ദൈവത്തിന് മാത്രമേ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് നന്ദി കൃപക്കപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലീഡ് ചെയ്യുവാൻ പ്രിയ ദൈവദാസിയെ ദൈവം ബലപ്പെടുത്തി. പ്രാർത്ഥിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ലീഡ് ചെയ്ത പ്രിയ ദൈവദാസിക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള സമയമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏതൊരു മീറ്റിംഗിലായാലും ഏതൊരു ശുശ്രൂഷയിലായാലും ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ ചെന്ന് യേശുവിന്റെ അരികിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമീൻ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും അതാണ്. തിരുവെഴുത്തുകളെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമീൻ അതിൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ തെറ്റുകൾ ആത്മീയ ഗോളത്തിലേക്ക് കടന്നുകൂടി. അതുകൊണ്ട് അനേകർ തെറ്റിലകപ്പെട്ട് ബിരുദ തെറ്റി ആമീൻ നിത്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവവചനമായി ആമീൻ അതിൻ്റെ അതൊട്ടും മായം ചേർക്കാതെ ഇന്ന് രാത്രിയിൽ പ്രസ്താവിക്കപ്പെടുവാൻ ഇടയാകുന്നതിനായി വളരെ സീനിയർ ആയിരിക്കുന്ന പ്രിയ ദൈവദാസൻ, നമ്മുടെ മീഡിയ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബിനോയിയുടെ പിതാവാണല്ലോ പ്രിയ അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഖത്തർ ചാപ്റ്ററിന്റെ പേരിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി വളരെ ആദരവോടും സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി പ്രിയ ദൈവദാസനെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമയം പ്രിയ ദൈവദാസൻ വിനിയോഗിക്കും. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ കുടുംബം, മറ്റ് അംഗങ്ങൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കർത്തൃദാസന്മാരെ ഓർക്കുന്നു. ദൈവസന്നദ്ധിയിൽ നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ദൈവം അവസരം നൽകിയല്ലോ. എല്ലാറ്റിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഈ രാജ്യത്തിൽ
നാം പാർക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെ നന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണല്ലോ. അത് ഉത്തരവാദിത്തത്തോടുകൂടെ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്തൃദാസിമാർക്കും എല്ലാ ദൈവജനങ്ങൾക്കും ഞാൻ വളരെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ആഭിമുഖ്യത്തിൽ ചില ആഴ്ചകൾക്ക് മുൻപ്, ഒരു 1.5 മാസത്തിന് മുമ്പ് ഇവിടെ നടന്ന ഒരു പ്രയർ ഡ്രൈവിൽ കൃപയാൽ എനിക്കും സംബന്ധിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളന്ന് സൗദി ബോർഡർ വരെ ഞങ്ങൾ യാത്ര ചെയ്ത് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കും അവസരം നൽകുവാനിടയായി. അന്നേരം ഞാൻ ഓർത്തൊരു കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ഈ ഖത്തറിൽ അനവധി പ്രാവശ്യം വന്നിട്ടുണ്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. ഏകദേശം 30-32 വർഷങ്ങൾക്ക് മുമ്പേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1993-94 കാലയളവിൽ ഞാൻ ഈ ഖത്തറിൽ വന്നിട്ടുണ്ട്. അന്ന്, അതായത് 30-32 വർഷത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഖത്തറിൻ്റെ അവസ്ഥ. അന്ന് ഞാൻ താമസിച്ചത് കർത്തൃദാസൻ പാസ്റ്റർ സോമൻ അവറുകളുടെ ഭവനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുറിയാക്കോസ് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ കടന്നുപോയി, തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം ഫ്രീ ആയി സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാറിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ഈ ഖത്തറിൻ്റെ അനേക ഇടങ്ങളിൽ കടന്നുപോയി. ആ കുറിയാക്കോസ് എന്ന് പറയുന്ന ആ സഹോദരൻ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ഞങ്ങൾ ഒരുമിച്ച് ആ കാറിനകത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് സംബന്ധിച്ചത് അന്ന് ഇവിടെ നടത്തപ്പെട്ട പ്രാർത്ഥന ഡ്രൈവിൽ എനിക്ക് സംബന്ധിക്കുവാനിടയായി. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല, ഞാൻ ഈ രാജ്യത്തിൽ വന്നതിന് ശേഷമുള്ള നാളുകളിൽ മുതൽ ഇന്നയോളം ഈ രാജ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനിടയാകുന്നുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്, അറിയാമല്ലോ. 10 വർഷത്തോളമായി അവരിവിടെ പാർക്കുന്നു. മാത്രമല്ല, അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാരിവിടെ പാർക്കുന്നു. അവരുടെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയും അപ്പോൾ തന്നെ ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഭാരതത്തിലും ഇപ്പോൾ അതിശക്തമായ ഒരു ഉണർവിൻ്റെ കാലഘട്ടമാണ്. ഓരോരോ സംസ്ഥാനങ്ങൾ തിരിച്ച് ദൈവം ഉണർവിൻ്റെ കാറ്റ് വീശുകയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടത്തക്ക നിലയിലുള്ള സഭകൾ നമ്മുടെ ഭാരതത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഒട്ടും അതിശോക്തിയല്ല. എനിക്ക് വളരെ അടുത്തറിയാമെന്നുള്ള സംഭവം കൂടെയാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർക്കുന്നു. സൗദി അറേബ്യ നമുക്ക് എവർക്കും അറിയാം. ഞാനും അവിടെയും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ആ കാലയളവിൽ ആ രാജ്യം വളരെ വിഷമകരമാകുന്ന അവസ്ഥയിലാണ്. ഞാൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പോകുന്ന സമയത്ത് വെറുതെ ബൈബിളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. നാട്ടിൽ നിന്ന് വരുമ്പോൾ ബൈബിളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. മാത്രമല്ല, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അവിടെ ബൈബിളൊന്നുമായി കൊണ്ടുപോകുവാൻ ഇടയാകാതെ ആണ് പോയിട്ടുള്ളത്. എൻ്റെ കാലയളവിൽ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിറങ്ങിയ ഒരു ദൈവദാസനെ പിടിച്ച് ജയിലിലിട്ട സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുടെയും ഫലമായി ആ രാജ്യത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി. അവിടുത്തെ രാജാവിനെ ദൈവം സന്ദർശിച്ചു. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇതൊരു സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഒരു പ്രഭാഷണമായതുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് ഞാൻ ഉപയോഗിക്കണമല്ലോ. ഇപ്പോൾ അവിടെ പരസ്യമായി ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിലുള്ള മുഖാന്തരങ്ങൾ ദൈവം അവിടെ ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നിവിടെ വായിച്ച് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിച്ച വചനം തീമത്യോസിൻ്റെ ലേഖനത്തിലെ വാക്യമാണ്. അതിവിടെ കർത്തൃദാസി നേരത്തെ ഇവിടെ ആ വചനം ഉദ്ധരിക്കുവാനിടയായതുകൊണ്ട് എനിക്ക് അന്നേരം വളരെ സന്തോഷം തോന്നി. നാം അത് നിരന്തരമായി ഓർക്കുകയും ഈ പ്രാർത്ഥനാ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ഉദ്ധരിക്കുന്ന വചനം കൂടെയാണല്ലോ. ആ വാക്യം ഞാൻ ഇവിടെ കർത്തൃദാസന്മാരെ കൊണ്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. തീമത്യോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒന്ന് രണ്ട് ആശയങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വായിച്ചാട്ടെ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ഒരു ജീവനം കഴിക്കേണ്ടതിന് വേണ്ടി വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടിയും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സാവകാശവും സാവധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ പ്രൈസ് ദ ലോർഡ് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാവൂ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണോ? നമുക്ക് സ്വസ്ഥമായിട്ട് കർത്താവിനെ ആരാധിക്കണമോ? നമുക്ക് സ്വസ്ഥമായിട്ട് ദൈവത്തെ സേവിക്കണമോ? നമുക്ക് സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണമോ? നമുക്ക് സ്വസ്ഥമായി കർത്താവിൻ്റെ വേല ചെയ്യണമോ? നാം അത് ചെയ്യണമെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് ഭരണാധികാരികൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയും സാവധാനവുമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ഭാരതത്തിലായാലും നാം അധിവസിക്കുന്ന ഈ ഖത്തറിലായാലും ലോകത്തിലെ ഏത് രാജ്യത്തിലായാലും നമുക്ക് സ്വസ്ഥതയും സാവധാനവുമുള്ള ജീവിതം നയിക്കുവാൻ ഭരണാധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ വിശുദ്ധ ബൈബിളിലാണ് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം അത് ചെയ്യാറുണ്ട്. അതിൻ്റെ പരിണതമായ ഫലങ്ങൾ, അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭരണാധികാരികൾ, രാജാക്കന്മാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് 3 രാജാക്കന്മാരുടെ ചരിത്രം അല്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ അവരുടെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞ് അവരിൽ നിന്നുണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ ഉൾപ്പെടെയുള്ളതായ ആളുകൾ, ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ഈ 3 ദൈവദാസന്മാർ മാത്രമല്ല, അതിനോടുകൂടെയുള്ള അനവധി രാജാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട അനേകരെ ദൈവത്തിൻ്റെ ജനമാകുന്ന യഹൂദൻ പാർത്ത യെരുശലേമിൽ നിന്ന് അവരെ പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അവരെ പിടിച്ച് രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവിടെ വായിക്കുമ്പോൾ നമ്മൾ രാജാവ് വന്ന് അവരെ ആക്രമിച്ചു കൊണ്ടുപോയി എന്ന് നമുക്കൊരു പക്ഷേ ചിന്തിക്കാമെങ്കിലും ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ അവർ ഏൽപ്പിച്ചു എന്നാ വായിക്കുന്നു. ഒന്ന് വായിച്ച് സഹായിക്കാമോ? കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം നാം ശ്രദ്ധിക്കണം, ബാബിലോണിൽ പാർക്കുന്ന, ബാബിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്ഷരികമായി ഇന്നത്തെ ഇറാഖിനെയാണ് ബാബിലോൺ എന്ന് പറയുന്നത്, അറിയാമല്ലോ. ഇറാഖിലെ പ്രസിഡൻ്റായിരുന്ന, അന്നത്തെ രാജാവായിരുന്ന നെബൂഖദ്നേസർ, അതായത് തങ്കതുല്യമായ ഭരണം കാഴ്ചവെച്ച ലോകത്തിലെ ഏറ്റവും പരമോന്നതനായ ഒരു രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിനെ കീഴടക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദ ബാലന്മാരെ പിടിച്ച് യെരുശലേം ദൈവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളതിനെ എടുത്ത് കൊണ്ടുപോയി അവരുടെ രാജ്യമായ ബാബേൽ സംസ്ഥാനത്തിൽ കൊണ്ടുവച്ചു, അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കണേ, അവിടെ ഉണ്ടായിരുന്ന യഹൂദ ബാലന്മാരെയും പിടിച്ചു കൊണ്ടുപോയി. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അല്പം ചരിത്രം പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ദാസനായ മോശയിൽ കൂടെ അരുളി ചെയ്തതായ ഒരു അരുളപ്പാടാണ്. ആവർത്തന പുസ്തകത്തിനകത്തുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ദൈവം മോശയോട് അരുളി ചെയ്തു, നീ
എൻ്റെ ജനമാകുന്ന ഇസ്രായേൽ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് ജീവിച്ചാലുള്ള അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവർക്ക് ദൈവം സിദ്ധിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ പറയുന്നു. അപ്പോൾ തന്നെ അനുസരിക്കാതിരുന്നാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ദൈവം രണ്ട് പ്രത്യേകമായ കാര്യം പറഞ്ഞു. ഒന്ന്, അവർ അന്യ രാജ്യത്തിൽ അവർ അടിമകളായി പാർക്കേണ്ടി വരും. ഒന്ന്, അന്യരാജ്യത്തിൽ അടിമയായി പാർക്കും. BC 606 അവർ അന്യരാജ്യമായ ബാബിലോണിൽ അവർ പ്രവാസികളായി പോയി. 606 നെബൂഖദ്നേസർ രാജാവിനാൽ പിടിക്കപ്പെട്ടു കൊണ്ടുപോയി. അപ്പോൾ ഒരു രാജ്യത്തിൽ അടിമകളായി തീർന്നു. അതിനുശേഷം പറയുന്നത്, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ ലോകത്തിലെ സകല ജാതികളുടെ ഇടയിലേക്കും ചിതറിപ്പോകും എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് പ്രവചനം. ഒന്ന്, ഒരു ജാതിയുടെ ഇടയിലേക്ക് അടിമയായി പോകും. രണ്ടാമത്, സകല ജാതികളുടെ ഇടയിലേക്കും അടിമയായി പോകും. അങ്ങനെ ദൈവം മോശയിൽ കൂടെ അരുളി ചെയ്ത ആ പ്രവചനത്തിൻ്റെ നിവർത്തി എന്നവണ്ണം BC 606 ഒരു ജാതിയായ ബാബിലോണിൽ അവർ അടിമകളായി പോയി. അവരെ പിടിച്ചുകൊണ്ടുപോയി എന്നതിനേക്കാൾ യഹോവയായ ദൈവം അവരെ ആ രാജ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. AD 70 അനേക ജാതികളുടെ ഇടയിൽ ചിതറിപ്പോകുമെന്ന് പറഞ്ഞ വചനവും നിവർത്തിക്കപ്പെട്ടു. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും, ഈവൻ നമ്മുടെ കേരളത്തിലും അവർ ചിതറിപ്പോയ കൂട്ടത്തിൽ കടന്നു വന്നു എന്നുള്ളത് ചരിത്രം നമുക്കറിയാമല്ലോ. അങ്ങനെ ആ രണ്ട് പ്രവചനങ്ങളും നിവർത്തിയാകുവാനിടയായി. വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ അവർ ബാബിലോണിലേക്ക് അടിമകളായിപ്പോയി. അവിടെ ചെന്നപ്പോൾ ആ രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ ആ കീഴിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തിൽ ഈ യഹൂദ ബാലന്മാർ മുഖാന്തരം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം അവിടെ എത്ര പ്രാവശ്യം ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. നമുക്കറിയാം, രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ പിടിച്ച് സിംഹങ്ങളുടെ ഗുഹയിലിടുമെന്ന് പറഞ്ഞു. പക്ഷേ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവിടെ വന്ന് സിംഹങ്ങളുടെ വായടച്ച് അവരെ രക്ഷിച്ചു. ഇത് ബാബിലോണിൽ നടന്ന കാര്യമാണ്, അഥവാ ഇറാഖിൽ നടന്ന കാര്യമാണ്. അതിനു മുമ്പ് അവരെ എരിയുന്ന തീച്ചുളയിലിട്ട് കളയുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ചരിത്രം, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ആ സ്ഥലത്തും എരിയുന്ന തീച്ചുളയിൽ അവരെ ഇട്ടിട്ട് പോലും അവരെ തീയുടെ മണം പോലും യേശുവാൻ ഇടയാകാത്തതായ നിലയിൽ ദൈവം അവരെ രക്ഷിച്ചെടുക്കുവാനിടയായി. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ യഹൂദ ബാലന്മാർ യെരുശലേമിലായിരിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടിരുന്നത് പോലെ തന്നെ അന്യരാജ്യത്തിൽ പോയിട്ടും അവിടെയും ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിച്ച് ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഞാൻ അതിൽ നിന്നൊരു ദൈവിക ദൂത് ഞാൻ പറയട്ടെ. ദൈവമക്കളെ, നാം ഏത് ലോകത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും നീ പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ ആ ദൈവത്തിൻ്റെ അത്ഭുതം എനിക്കും നിനക്ക് വേണ്ടി അവിടെ ചെയ്യുവാനും ദൈവം വിശ്വസ്തന. അത് തീയുടെ നടുവിലായാലും, അത് സിംഹങ്ങളുടെ ഗുഹയിലായാലും, ഏത് മരുഭൂമിയിലായാലും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കുവാനിടയാകും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ ഈ യഹൂദ ബാലന്മാർ ബാബിലോണിലായിരിക്കുന്ന സമയത്ത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾ ബാബിലോണിൽ ഇപ്പോൾ ഏകദേശം 70ഓളം സംവത്സരമാകാൻ പോവുകയാണ്, ഞങ്ങൾക്കിവിടെ നിന്നൊരു വിടുതലില്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ, നമുക്കറിയാം വളരെ വയോവൃദ്ധനായ ദാനിയേൽ 70 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഞങ്ങളുടെ ഈ പ്രവാസകാലം ഏത് കാലത്ത് തീരും? യിരെമ്യാ പ്രവചനത്തിലെ പ്രവചന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യിരെമ്യാവിനൊരു കാര്യം മനസ്സിലായി. 70 സംവത്സരം കഴിയുമ്പോൾ ഈ രാജ്യത്തിൽ നിന്ന് തൻ്റെ ജനത്തിന് ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിച്ചത്? ദാനിയേൽ 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലെ സംഭവം ഞാൻ വിശദീകരിക്കുന്നത്, നമുക്കറിയാമല്ലോ സംഭവം. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ദൂതിലേക്ക് ഞാൻ വരട്ടെ. ഒരു ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. 70 സംവത്സരം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രവാസം തീരുമെന്ന് ദൈവം അരുളി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വചനത്തെ, ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥന ആരംഭിച്ചു. ദൈവമേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട്, 70 സംവത്സരം കഴിയുമ്പോൾ നിന്റെ ജനത്തിന് ഒരു വിടുതൽ ഉണ്ടാകുമെന്ന്
പറഞ്ഞ് ആ അരുളി ചെയ്തതായ അരുളപ്പാട് നിവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ദാനിയേൽ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിൻ്റെ പ്രാർത്ഥന ദാനിയേലിന് ലഭിക്കാതിരിക്കാൻ തക്കവണ്ണം അവിടെ ഒരു അദൃശ്യ ശക്തി അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. നമുക്കറിയാമല്ലോ, ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞിട്ടു. സ്തോത്രം. ദാനിയേലിന് ലഭിക്കാതിരിക്കുവാൻ. പക്ഷേ പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ ദൈവം തൻ്റെ ദൂതനെ ഗബ്രിയേലിനെ അയച്ച് വെട്ടിവീഴ്ത്തിയിട്ട് അവിടെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയാണ്. സ്തോത്രം. പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറയുമ്പോൾ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം പറയാം. ദാനിയേൽ പാർക്കുന്നത് ബാബിലോൺ സംസ്ഥാനത്തിലാണ്, അതായത് ഇറാഖിലാണ്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ രാജ്യമായ ഇറാൻ്റെ പ്രഭുവാണ് ഉദ്ദേശിക്കുന്നത്. ഇറാൻ്റെ പ്രഭു, പാർസി രാജ്യത്തിൻ്റെ പ്രഭു. ഒന്ന് ശ്രദ്ധിച്ച്, ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചതായ ഒരു കാര്യം ഞാൻ പറയാം. ഈ പൈശാചിക അധിപതികൾക്ക് ഒരു അധികാരവും, അതായത് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ കൊണ്ട്, നമുക്ക് എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അറിയാം, അധികാര മണ്ഡലം അഥവാ അന്ധകാര ശക്തിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, അന്ധകാരത്തിൻ്റെ ലോകാധിപതി എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ദൈവദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർ ഈ ഇറാഖിൻ്റെ മണ്ണിൽ പാർത്തിരിക്കുന്ന സമയത്ത് അനവധി പ്രാവശ്യം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് 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 ആ രാജ്യത്തിലെ പൈശാചിക ശക്തി പരാജയപ്പെട്ടപ്പോൾ, ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടയുവാൻ ആ രാജ്യത്തിലെ പൈശാചിക ശക്തിക്ക് കഴിയാതെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ പൈശാചിക ശക്തികൾ എന്ത് ചെയ്തെന്നറിയാമോ, തൊട്ടടുത്ത രാജ്യമായ ഇറാനിലെ ആ രാജ്യത്തിലെ അധികാരിയെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് കാണുമായിരിക്കും, വേണ്ട ഞങ്ങൾ നോക്കിയിട്ട് നടക്കുന്നില്ല, അതുകൊണ്ട് ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥനയൊന്ന് മുടക്കിയിട്ടേക്കാൻ. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനോട് മീഖായേൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് എൻ്റെ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് വിശദീകരിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ദൈവവചനം നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ നിങ്ങൾ, അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു കടന്നു വന്ന പ്രാർത്ഥന മുടക്കിയെങ്കിലും സർവശക്തനായ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ബാബേൽ സംസ്ഥാനത്തിൻ്റെ ഭരണം അവിടെ അസ്തമിക്കുന്നു. അതിനുശേഷം ഭരണം വരുന്നത് മേദ്യരുടെയും പാർസികളുടെയും ഭരണമാണ്. ബാബിലോൺ സംസ്ഥാനത്തിൻ്റെ ഭരണം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത രാജ്യമായ മേദ്യരുടെയും പാർസികളുടെയും ഭരണം നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പാർസി രാജാവായ കോരശിന്റെ മനസ്സിന് ദൈവം ഉണർത്തി. പ്രൈസ് ഗോഡ്. പാർസി രാജാവായ കോരശിന്റെ മനസ്സിന്, നമ്മൾ എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചിട്ട് കോരശ് രാജാവ് വിളംബരം ചെയ്തു. എന്താ വിളംബരം ചെയ്തത്? യെരുശലേമിൽ ഒരു ദൈവാലയം പണിയേണ്ടതായിട്ടുണ്ട്. അഥവാ ഇറാഖിൻ്റെ മണ്ണിലുണ്ടായിരുന്ന രാജാവ് പോയി തകർത്ത് കളഞ്ഞ ആ ദൈവാലയത്തെ പുതുക്കി പണിയുവാൻ അവിടെ നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന ജനത്തോട് നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോയി പണിയോ എന്ന് പറഞ്ഞ് ദൈവം പാർസി രാജാവിൻ്റെ മനസ്സിനെ ഉണർത്തി. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജാതീയ രാജാക്കന്മാരുടെ മനസ്സിനെ ഉണർത്തിച്ചിട്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം, തൻ്റെ ജനത്തിന് വേണ്ടി വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അത് ഒരു രാജ്യത്തിന് വേണ്ടിയെന്ന് മാത്രമല്ല, ഒരു ജനത്തിന് വേണ്ടിയെന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിലെ ഒരു ദൈവ പൈതലിന് അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി, അവന്റെ സഭയിലുള്ള ദൈവജനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. പാർസി രാജ്യത്തിന്റെ പ്രഭുവായ പൈശാചിക മണ്ഡലം ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലും അതിനെ തകിടം മറിച്ചുകൊണ്ട് പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം. തടഞ്ഞു വെച്ചതിനെ തുറന്നു വിടാൻ, അടച്ചു വെച്ചതിനെ തുറന്നു വിടാൻ, ബന്ധിച്ചു വെച്ചതിനെ
തുറന്നുവിട്ട് സ്വാതന്ത്ര്യമാക്കുവാൻ ഒരു രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മുമ്പിൽ, മുട്ടുമടക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ 21 ദിവസം ഉപവസിച്ച ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ഇന്ന് ഞാൻ പകലിൽ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നീറുന്ന വേദനയോടുകൂടെ, ഭാരത്തോടുകൂടെ, പ്രയാസപ്പെട്ട് വിഷയങ്ങളുടെ മുഖത്ത് മറുപടിയില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ, ചില വ്യക്തികളുടെ മനസ്സിനെ ഉണർത്തിച്ചിട്ട് ചില ഓഫീസുകൾ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ, നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, ചില പേപ്പറുകളെ നീക്കുവാൻ, ചില നന്മകളെ നിനക്ക് തരാൻ, ചിലരുടെ മനസ്സിനെ ഉണർത്തിക്കുവാൻ എന്റെ യേശു മതിയായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഒന്നാമത്, പാർസി രാജാവായ കോരശ് അനുവാദം കൊടുത്തു, വിളംബരം കൊടുത്തു. അതിന്റെ ഫലമായി എന്താ സംഭവിച്ചെന്നറിയാമോ? 42,360 പേര്. എസ്രായുടെ പുസ്തകത്തിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 42,360 പേര് സർവസന്നാഹത്തോടുകൂടെ ഈ ഇറാഖിന്റെ മണ്ണിൽ നിന്ന്, ഇറാന്റെ മണ്ണിൽ നിന്ന് ഇറാഖ് രാജാവായ കോരശിന്റെ വിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി വഴി ഒരുക്കി കൊടുത്തത് പാർസി രാജാവായ കോരശാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? രാജാക്കന്മാർ ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ദൈവം ഉണർത്തുന്നു. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നീർച്ചാല് കണക്കെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. അടുത്ത് രണ്ടാമതായി മറ്റൊരു രാജാവിൻ്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പാർസി രാജാവായ കോരശ് അവിടെ അവർക്ക് പോകുവാനായിട്ട് അനുവാദം കൊടുത്തപ്പോൾ 42,360 പേര് ആ രാജ്യത്തിൽ നിന്ന് സർവ്വസന്നാഹങ്ങളോടുകൂടെ കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റൊരു രാജാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ, എസ്രായുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആരാന്നറിയാമോ? ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേൽ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചിരുന്ന സകല രേഖകളും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബാബിലോൺ സംസ്ഥാനത്തിൽ പാർത്ത രാജാവ് എടുത്തുകൊണ്ടു പോകുന്നതായ സകല രേഖകളും ഈ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. ബാബേൽ സംസ്ഥാനത്തിലെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, യെരുശലേം ദൈവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടു പോന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെല്ലാം ഈ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. 70 വർഷമായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുക. സ്തോത്രം. ഞാനിങ്ങനെ വേറൊരു കാര്യം കൂടെ എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ആത്മീയമായി അധപ്പതിച്ച് ക്ഷീണിതരായപ്പോഴാണല്ലോ ദൈവം അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്, പിടിച്ചുകൊണ്ടുപോയത്. യെരുശലേം ദൈവാലയത്തിലെ വിലപ്പെട്ടതായ പൊൻവെള്ളി പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയത്. എടുത്തുകൊണ്ടുപോയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം എടുത്ത് ബാബേൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഭണ്ഡാരഗ്രഹത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ട് അത് സുരക്ഷിതമായിരുന്നു. അതല്ലെങ്കിൽ മറ്റു ജാതികൾ അടിച്ചു മാറ്റിക്കൊണ്ടു പോയേനെ. അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ ദൈവം, സർവശക്തനായ ദൈവം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ട് അവൻ എടുപ്പിച്ചു കൊണ്ട് അവൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ഒന്നാമത്തെ രാജാവായ കോരശ് പറഞ്ഞു, ജനങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. രണ്ടാമത്തെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ അവിടെ ചെന്നിട്ട് യെരുശലേമിൽ ദൈവാലയം പണിയുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തോണം. ആദ്യം ചെന്ന് ഒരു പണിതോട്ടെ, അടുത്തവരോട് പറയുകയാണ് നിങ്ങളും പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ ഈ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരുന്ന സകല പൊൻവെള്ളി പാത്രങ്ങളും ഉപകരണങ്ങളും എടുത്ത് തിരിച്ചു കൊടുത്തേച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി തരാം. നിന്റെ നന്മയെ ശത്രു അപഹരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തിച്ചിട്ട്
പ്രൈസ് ഗോഡ്. ദൈവം ഉണർത്തിച്ചിട്ട് നിനക്ക് നഷ്ടമായി പോയെന്ന് തോന്നിയത്, നിനക്ക് ഇല്ല ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞത്, ശത്രുവിൻ്റെ ഭണ്ഡാര ഗ്രഹത്തിൽ അകപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ മറ്റൊരു രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തും. ദൈവം ഉണർത്തും. ദൈവം ഉണർത്തി. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനത് വിശ്വസിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവം ഉണർത്തിയിട്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ നന്മകളെ അപഹരിക്കപ്പെട്ടതിന് തിരിച്ചു നൽകാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരട്ടെ. ഈ രണ്ടാമത്തെ രാജാവ്, എനിക്ക് എൻ്റെ സമയം തീർന്നു തോന്നുന്നല്ലേ, അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ രണ്ടാമത്തെ രാജാവ് ദാര്യാവേശ് അവിടെ അവരുടെ നഷ്ടമായി പോയതിനെല്ലാം തിരിച്ച് കൊടുക്കുകയാണ്. മൂന്നാമത്തെ മറ്റൊരു രാജാവ് അർത്തഹശ്രേഷ്ഠ രാജാവാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. അർത്തഹശ്രേഷ്ഠ രാജാവ് എന്താ ചെയ്തെന്നറിയാമോ? ഈ രാജാവിൻ്റെ കാലത്ത് ശ്രദ്ധിക്കേ, ഈ ആദ്യം യെരുശലേമിലേക്ക് കോരശ് മനസ്സുണർത്തി പറഞ്ഞു വിട്ട 42,360 പേര് അവിടെ ചെന്നിട്ട് അവരാലയം പണിയാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ കേസും വഴക്കും പ്രശ്നവും ഒക്കെയായി സെരുബാബേലിൻ്റെ മുൻപിലുള്ള ഒരു മഹാപർവ്വതം പോലെ കേസും പ്രശ്നങ്ങളും സെൻബല്ലത്തും തോബിയാവും എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഈ ജനത്തിൻ്റെ ആലയപ്പണി മുടക്കിച്ചു കളഞ്ഞു. പക്ഷേ ദൈവം എന്താ ചെയ്തത്? അർത്തഹശ്രേഷ്ഠ രാജാവിൻ്റെ അടുക്കൽ സെൻബല്ലത്തും തോബിയാവും അവൻ്റെ കൂടെയുള്ള ആളുകളും കേസിന് പോയി. അവസാനം കേസ് അർത്തഹശ്രേഷ്ഠ രാജാവ് വിധി പ്രഖ്യാപിച്ചു. എന്താണെന്നറിയാമോ? ഇത് ദൈവം തൻ്റെ ദാസനായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിച്ചിട്ട് അനുവാദം കൊടുത്തത്. അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത്? അർത്തഹശ്രേഷ്ഠ രാജാവ് കൽപ്പനയിട്ടു, നിങ്ങൾ മുടക്കിയ, നിങ്ങൾ ആലയത്തിൻ്റെ പണി മുടക്കിക്കളഞ്ഞ നിങ്ങൾ ആലയത്തിൻ്റെ പണിക്കുള്ള പണം നിങ്ങൾ കൊടുക്കണം. അക്കരെ നാട്ടിൽ ഭരിക്കുന്ന കരം മുഴുവനും ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം ഈ രാജാവിൻ്റെ മനസ്സിനെ ഉണർത്തിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഏത് കേസ് കൊടുത്ത് നിന്റെ നന്മയെ മുടക്കിയാലും ചില രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ഉണർത്തി ദൈവം നന്മ തരാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയ പൗലോസാണ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നമുക്ക് സ്വസ്ഥതയും സാവധാനവുമായ ഒരു ജീവനെ കഴിക്കുവാൻ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിലയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിച്ച് നിങ്ങളെവരെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ നിങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട അഭിഷിക്തന്മാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവദാസൻ പങ്കുവെക്കുവാനിടയായി. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴെയോട്ടുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി 3 രാജാക്കന്മാരുടെ ചരിത്രരേഖകൾ നമുക്ക് ആത്മീയ പ്രചോദനത്തിനായി ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ചാലിച്ച് പ്രസ്താവിപ്പാനിടയായല്ലോ. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. സാവധാനിയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രസാദകരമുള്ളതാണ്. ഈ നാളുകളിൽ അനേകം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിച്ച പ്രിയ ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഖത്തർ ചാപ്റ്ററിന്റെ പേരിൽ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഒരു 2 മിനിറ്റ് ഉണ്ടല്ലോ, ഒരു പാട്ടിന്റെ ചെറിയ ഈരടികൾ മാത്രം പെട്ടെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്തേണ്ട സമയമായിരിക്കുകയാണ്. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ.
ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശങ്ങളും ഗാനങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നു. പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ മെമ്പേഴ്സിനെ എല്ലാം ദൈവം മാനിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരൻ ജോൺ ഷൗമേൽ ഇപ്പോൾ ചുരുക്കം വാചകത്തിൽ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. അൺമ്യൂട്ട് ചെയ്യണോ അച്ഛാ? ഓക്കെ. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഖത്തർ ചാപ്റ്ററിന്റെ കർത്താവെ കീഴിൽ ഞങ്ങൾക്ക് അല്പസമയം ദൈവസനിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നല്ല സാവകാശം തന്നല്ലോ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവെ ഈ സന്ധ്യാസമയത്ത് ഇതിൽ പാകവങ്കായ ഓരോ പ്രിയപ്പെട്ട ഞങ്ങളുടെ ബലമുള്ള കടങ്ങൾ ഏൽപ്പിക്കുകയാണ്. നാഥ, ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഞങ്ങൾ കർത്താവെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും വലിയ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൂടി ഒന്ന് പുതുക്കുവാന്, ഞങ്ങളൊരു പ്രാർത്ഥന വീരരായി മുന്നേറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവത്തിലൂടെ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിലെ രാജാക്കന്മാർക്ക് വേണ്ടിയും അടിയങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങളെ ഉത്ബോധിപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായിട്ട് ആ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിനെ കർത്താവ് അധികം ശക്തീകരിച്ചോളണം. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സകല വിഷയത്തിന്മേലും പ്രാർത്ഥിച്ച് ജയം പ്രാപിപ്പാൻ, വലിയ ദൈവകൃപ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ധ്വനി പ്രയർ ഗ്രൂപ്പിനെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ബെൻസൺ ദാനിയേൽ പാസ്റ്ററേയും കുടുംബത്തെയും ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിനെ കർത്താവ് അധികം ശക്തീകരിച്ച് കൃപയിൽ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനത്തെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന കർത്താവെ സാം പാസ്റ്ററെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കൃപയോടെ നിർത്തണം. കർത്താവ്, വരും ദിവസങ്ങളിലെ ഈ കർത്താവെ
ഖത്തർ ചാപ്റ്ററിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഇതിന്റെ ഓരോ കോർഡിനേറ്റേഴ്സിനും എല്ലാ പ്രിയപ്പെട്ടയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാല വചനം പറഞ്ഞ അങ്ങയുടെ ശ്രേഷ്ഠത്തിനായും പ്രാർത്ഥിക്കുന്നു. ഏറിയ കൃപയിൽ പിന്നെയും നിർത്തണം കർത്താവെ. അല്പസമയം ഞങ്ങളോട് കൂടെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം വഴി അനുഗ്രഹമാക്കി തീർത്തതിനാൽ സ്തോത്രം. കർത്താവിന്റെ കൃപയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും പൊതിയണമെന്ന് ദൈവത്തോട് യാചിക്കുന്നു. ബലമുള്ള കരങ്ങൾ സകലത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവ്വമേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥന കണ്ട ദൈവസ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം ഇന്നും എപ്പോഴും കർത്താവിന്റെ വരുവോളം ഉണ്ടാകട്ടെ. ആമേൻ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് പറഞ്ഞ വചനം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞ പോലെ 20 തുടങ്ങി ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ 8 പേരായി അവശേഷിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്ന 8 പേരെങ്കിലും ഉണ്ടല്ലോ. കർത്താവ് സഹായിക്കട്ടെ. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് നിത്യതയിൽ കാണുന്നത്. ദൈവം അതിനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് മുന്നേറാം.